വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ ദ കളർ പർപ്പിൾ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെയും എക്സ്പ്ലനേഷൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ കളർ പർപ്പിൾ ആൻഡ് ഹൂ ഡസ് ഷീ റൈറ്റ് ഹെർ ലെറ്റേഴ്സ് ടു? ഈ നോവലിലെ മെയിൻ ക്യാരക്ടർ ആരാണ്? ആർക്കാണ് അവൾ കത്തുകൾ എഴുതുന്നത്? ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ കളർ പർപ്പിൾ ഈസ് സെലി, ആൻ ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ ഹൂ ഫേസസ് ഒപ്രഷൻ ആൻഡ് അബ്യൂസ്. ഈ നോവലിലെ മെയിൻ ക്യാരക്ടർ സെലി എന്നു പേരുള്ള ഒരു ആഫ്രിക്കൻ അമേരിക്കൻ യുവതിയാണ്. ഒരുപാട് അടിച്ചമർത്തലും ദുരനുഭവങ്ങളുമൊക്കെ അവൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഷീ ഇനീഷ്യലി റൈറ്റ്സ് ലെറ്റേഴ്സ് ടു ഗോഡ് ആസ് എ വേ ടു എക്സ്പ്രസ് ഹെർ പെയിൻ. അവൾ ആദ്യം തൻ്റെ കത്തുകൾ എഴുതുന്നത് ദൈവത്തിനാണ്, ഒരു ഡയറി എഴുതുന്നത് പോലെ അവളുടെ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ കത്തുകൾ എഴുതുന്നത്. ആൻഡ് ലേറ്റർ റൈറ്റ്സ് ടു ഹെർ സിസ്റ്റർ നെറ്റി ആഫ്റ്റർ ഡിസ്കവറിങ് ദ ഹിഡൻ ലെറ്റേഴ്സ്. പിന്നീട് അവൾ തൻ്റെ കത്തുകൾ തൻ്റെ സഹോദരി നെറ്റിക്കാണ് എഴുതുന്നത്. നെറ്റിയുടെ കത്തുകൾ ആക്ച്വലി അവളുടെ ഹസ്ബൻഡ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് കണ്ടെത്തിയതിന് ശേഷം പിന്നീട് അവളുടെ കത്തുകളെല്ലാം തൻ്റെ സഹോദരി നെറ്റിക്കാണ് എഴുതുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വുമൺ ഹൂ ഹെൽപ്സ് സെലി ഗെയിൻ കോൺഫിഡൻസ് ആൻഡ് ലേൺ അബൌട്ട് ലവ്? ഇനി സെലിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് നൽകുകയും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന സ്ത്രീയുടെ പേരെന്താണ്? ഷഗ് ആവറി, എ കോൺഫിഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സിംഗർ, ഹെൽപ്പ് സെലി ഗെയിൻ കോൺഫിഡൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലവ്. ഷഗ് ആവറി എന്നു പേരുള്ള ഒരു സിംഗറാണ് സെലിക്ക് സെൽഫ് കോൺഫിഡൻസ് നൽകുകയും സ്നേഹത്തെക്കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. ഷഗ് എൻകറേജസ് സെലി ടു സീ ഹെർ ഓൺ വർത്ത്, സപ്പോർട്ട്സ് ഹെർ ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ഹെൽപ്സ് ഹെർ എസ്കേപ്പ് മിസ്റ്റേഴ്സ് കൺട്രോൾ. ഷഗ്ഗാണ് സെലിക്ക് അവളുടെ ഓൺ വർത്ത്, അവൾക്കും ഒരു മൂല്യമുണ്ട് എന്നുള്ള കാര്യവും അതുപോലെ തന്നെ അവളുടെ ഇമോഷൻസിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യവുമെല്ലാം അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവളുടെ ഹസ്ബൻഡിൻ്റെ കൺട്രോളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവളെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നത്. How does Seli's relationship with her abusive husband Mr. develop as seen in her letters to Nettie? ഇനി സെലിയുടെ അബ്യൂസീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് മിസ്റ്ററുമായിട്ടുള്ള അവളുടെ റിലേഷൻ ഏത് രീതിയിൽ മാറുന്നതായിട്ടാണ് അവളുടെ സഹോദരിക്ക് എഴുതുന്ന കത്തുകളിലൂടെ നമ്മൾ കാണുന്നത്. സെലീസ് റിലേഷൻഷിപ്പ് വിത്ത് മിസ്റ്റർ ഇവോൾവ്സ് ഫ്രം വൺ ഓഫ് കംപ്ലീറ്റ് സബ്ജുഗേഷൻ ടു ഡെഫിയൻസ് ആൻഡ് ലിബറേഷൻ. സെലിയുടെ ഹസ്ബൻഡുമായിട്ടുള്ള അവളുടെ റിലേഷൻ ആദ്യം കംപ്ലീറ്റ് സബ്ജുഗേഷൻ, അവൾ പൂർണ്ണമായിട്ടും ഹസ്ബൻഡിന് വിധേയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാവുന്നത്. അവിടെ നിന്ന് ഡെഫിയൻസിലേക്കും എതിർപ്പിലേക്കും പിന്നീട് ലിബറേഷനിലേക്കും അവളുടെ മോചനത്തിലേക്കും പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനീഷ്യലി ഹി അബ്യൂസസ് ആൻഡ് കൺട്രോൾസ് ഹർ, but as Seli gains confidence, she stands up to him, ultimately leaving him and reclaiming her life. തുടക്കത്തിൽ അവളുടെ ഹസ്ബൻഡ് അവളെ അബ്യൂസ് ചെയ്യുന്നതായിട്ടും കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സെലി ആണെങ്കിൽ ഒരു പരാതിയുമില്ലാതെ ഇതെല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് തുടക്കത്തിൽ ഉണ്ടാവുന്നത്. പക്ഷെ പിന്നീട് അവൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുകയും അവൾ ഹസ്ബൻഡിനെ എതിർക്കുകയും അവസാനം ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവളുടേതായിട്ടുള്ള ലൈഫ് തിരഞ്ഞെടുക്കുന്നതുമായിട്ടാണ് നമ്മൾ കാണുന്നത്. In what ways does Nettie stay connected to Seli throughout the years despite being separated? ഇനി സെലിയുമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷവും എങ്ങനെയാണ് അവളുടെ സഹോദരി നെറ്റി ഇവളുമായിട്ടുള്ള കണക്ഷൻ നിലനിർത്തുന്നത്? Despite being separated for years, Nettie stays connected to Seli through letters. വർഷങ്ങളായിട്ട് ഇവർ വേർപിരിഞ്ഞതിന് ശേഷവും കത്തുകളിലൂടെയാണ് ഇവർ തമ്മിലുള്ളൊരു കണക്ഷൻ നിലനിർത്തുന്നത്. ഇൻ ദ ലെറ്റേഴ്സ് ഷീ ഷെയർസ് ഹർ എക്സ്പീരിയൻസസ് ആസ് എ മിഷണറി ഇൻ ആഫ്രിക്ക ആൻഡ് പ്രൊവൈഡ് സെലി വിത്ത് നോളജ് ആൻഡ് ഹോപ്പ്. അവൾ വീട് വിട്ടു പോയതിനു ശേഷം ഒരു മിഷണറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആഫ്രിക്കയിലെത്തിയ കാര്യവും അതുപോലെ തന്നെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള പുതിയൊരു കാഴ്ചപ്പാടും പ്രതീക്ഷകളുമെല്ലാം ഈ കത്തുകളിലൂടെ നെറ്റി സെലിക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. What key object does Seli inherit that symbolizes her empowerment and independence? ഇനി സെലിയുടെ എംപവർമെൻറ്റിൻ്റെയും ഇൻഡിപെൻഡൻസിൻ്റെയും സിമ്പലായിട്ട് വരുന്ന എന്താണ് അവൾ ഇവിടെ നേടിയെടുക്കുന്നത്? സെലീസ് പാൻസ് മേക്കിംഗ് ബിസിനസ് ഫോക്സ് പാൻസ് അൺലിമിറ്റഡ് സിംബലൈസസ് ഹെർ എംപവർമെൻറ്റ്. ഈ എക്സെപ്റ്റിൻ്റെ അവസാനം സെലി ഒരു പാൻസ് മേക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അതിന് ഫോക്സ് പാൻസ് അൺലിമിറ്റഡ് എന്ന് പേര് കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതാണ് അവളുടെ എംപവർമെൻറ്റിൻ്റെ സിമ്പലായിട്ട് അവൾ നേടുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത്.
The enterprise represents her economic independence, creativity, and defiance of societal expectations of black women. അപ്പോൾ ഇവളുടെ ഈ പാൻസ് മേക്കിംഗ് ബിസിനസ്സാണ് അവളുടെ ഒരു എക്കണോമിക് ഇൻഡിപെൻഡൻസിൻ്റെയും ക്രിയേറ്റിവിറ്റിയുടെയും അതുകൂടാതെ തന്നെ ഇങ്ങനെ തകർന്നു കടന്നിരുന്ന ഒരു ബ്ലാക്ക് വുമൺ എന്ന അവസ്ഥയിൽ നിന്ന് അവളുടെ എംപവർമെൻറ്റിൻ്റെയും സിമ്പിളായിട്ട് നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്ക്രൈബ് സെലീസ് റിലേഷൻഷിപ്പ് വിത്ത് ഹെർ സിസ്റ്റർ നെറ്റി ആൻഡ് ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ് ഹെർ ഡെവലപ്മെൻറ്റ് ത്രൂ ഔട്ട് ദ നോവൽ. സെലിക്ക് അവളുടെ സഹോദരി നെറ്റിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, സെലിയുടെ ഒരു ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. നെറ്റി ഈസ് സെലീസ് ഓൺലി സോഴ്സ് ഓഫ് ലവ് ആൻഡ് ഇമോഷണൽ കണക്ഷൻ ഇൻ ഹെർ ഏർലി ലൈഫ്. സെലിയുടെ ഏർലി ലൈഫിൽ അവളുടെ വിവാഹത്തിനൊക്കെ മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ നെറ്റിയാണ് അവളുടെ ജീവിതത്തിലുള്ള ആകെ ഒരു ലവ് ആൻഡ് ഇമോഷണൽ കണക്ഷൻ എന്ന രീതിയിൽ ഉള്ളത്. When Nettie is forced to flee, Sally continues to hold on to her sister's memory. ഇനി നെറ്റിക്ക് നേരിടുന്ന ദുരനുഭവങ്ങളുടെ ഭാഗമായിട്ട് അവൾ വീട് വിട്ടു പോകുന്ന സാഹചര്യത്തിൽ സെലി തൻ്റെ സഹോദരി നെറ്റിയുടെ ഓർമ്മകൾ ചേർത്ത് വയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ലേറ്റർ ദ റീകണക്ട് ത്രൂ ലെറ്റേഴ്സ് ആൻഡ് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ എ സ്ട്രോങ് റിലേഷൻഷിപ്പ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവർ കത്തുകളിലൂടെ റീകണക്ട് ചെയ്യുകയും അവളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടുപോകുന്നതും നമ്മൾ കാണുന്നു. Sally shares every detail of her life and all her emotions with Nettie. ഇനി നെറ്റിക്ക് എഴുതുന്ന ഈ കത്തുകളിലൂടെ സെലി അവളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവളുടെ ഇമോഷൻസ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നെറ്റി പ്രൊവൈഡ്സ് സെലി വിത്ത് എ ബ്രോഡർ വ്യൂ ഓഫ് ദ വേൾഡ് ബിയോണ്ട് ഹെർ സഫറിങ്. ഇനി നെറ്റിയാണ് സെലിക്ക് അവളുടെ ജീവിത വീക്ഷണത്തിൽ ഒരു മാറ്റമൊക്കെ വരുത്തി കൊടുക്കുന്നത്. ത്രൂ നെറ്റീസ് എക്സ്പീരിയൻസസ് ഇൻ ആഫ്രിക്ക, സെലി ലേൺസ് അബൌട്ട് ഒപ്രഷൻ, റെസീലിയൻസ് ആൻഡ് സെൽഫ് വർത്ത്. ഒരു മിഷണറി എന്നുള്ള രീതിയിലുള്ള നെറ്റിയുടെ അനുഭവങ്ങളെക്കുറിച്ചെല്ലാം ഈ കത്തുകളിലൂടെ നെറ്റി പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് സെലി താൻ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾ തൻ്റേത് മാത്രമല്ല, ഇവിടെ ഒരു സിസ്റ്റമിക് ഇഷ്യൂ ആണ്, ഒപ്രഷൻ ആണുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ആഫ്രിക്കൻ ഹെറിറ്റേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുകയും അങ്ങനെ ഒരു സെൽഫ് വർത്തും സെൽഫ് കോൺഫിഡൻസും ഒക്കെ സെലിക്ക് ലഭിക്കുന്നത് ഈ ഒരു അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയാണ്. Sally's relationship with her sister Nettie is influential in her development. അപ്പോൾ ഈ തരത്തിൽ സെലിയുടെ ഒരു ഡെവലപ്മെൻറ്റിൽ അവളുടെ സഹോദരി നെറ്റിയുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്ന് നമുക്ക് കാണാം. It awakens Sally's determination, giving her the courage to break free from Mr. and embrace her independence. സെലിക്ക് അങ്ങനെ ഒരു നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ ധൈര്യവും എല്ലാം നൽകുകയും അവസാനം അവളുടെ അബ്യൂസീവായിട്ടുള്ള ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ഇൻഡിപെൻഡൻസ് നേടാൻ സെലിക്ക് പ്രചോദനമാകുകയെല്ലാം ചെയ്യുന്നതിൽ അവളുടെ സഹോദരി നെറ്റിയുമായിട്ടുള്ള റിലേഷൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. How does Shug Avery help Sally discover her own identity and self-worth? Provide examples from the text. ഇനി ഷഗ് ആവറി എങ്ങനെയാണ് സെലിക്ക് അവളുടെ ഐഡൻറ്റിറ്റിയും സെൽഫ് വർത്തും എല്ലാം ഡിസ്കവർ ചെയ്യുന്നതിന് സഹായിക്കുന്നത്, ഈ ടെക്സ്റ്റിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കാനാണ് പറയുന്നത്. ഷഗ് ആവറി, എ ബോൾഡ് ആൻഡ് കരിസ്മാറ്റിക് സിംഗർ, ബിക്കം സെലീസ് മെൻറ്റർ ആൻഡ് കോൺഫിഡൻറ്റ്. ഷഗ് ആവറി എന്ന പേരുള്ള ഈ സിംഗറാണ് സെലിയുടെ അടുത്ത സുഹൃത്തും അതുപോലെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയുമെല്ലാമായി മാറുന്നത്. She teaches Sally to value herself and that she deserves love like everyone else. സെലിക്ക് ഒരു സെൽഫ് വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരെയും പോലെ സ്നേഹിക്കപ്പെടാൻ അവൾക്കും അർഹതയുണ്ട് എന്നുള്ള കാര്യവും ഷഗ് സെലിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഷഗ് ഓൾസോ ഹെൽപ്പ് സെലി ടു ബ്രേക്ക് ഫ്രീ ഫ്രം ഹെർ അബ്യൂസീവ് ഹസ്ബൻഡ്. ഇനി സെലിയുടെ അബ്യൂസീവ് ഹസ്ബൻഡിൻ്റെ കൺട്രോളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയും ഷഗ് അവളെ സഹായിക്കുന്നു. ഷീ എൻകറേജസ് ഹെർ ടു ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഓൾസോ സപ്പോർട്ട്സ് ഹെർ മൂവ് ടു മെംഫിസ്. സെലിയെ ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി എൻകറേജ് ചെയ്യുകയും അവളെ വീട് വിട്ടുകൊണ്ട് മെംഫിസിൽ പോയി പുതിയൊരു ജീവിതം ആരംഭിക്കാൻ വേണ്ടിയുള്ള സഹായവും ഷഗ് ചെയ്തു കൊടുക്കുന്നു. She encourages Sally's creative talents, leading her to establish her own successful pants-making business. ഇനി സെലിയുടെ ക്രിയേറ്റിവിറ്റി എല്ലാം ഷഗ് എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സെലി ഒരു പാൻസ് മേക്കിംഗ് ബിസിനസ് തുടങ്ങുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടാവുന്നത്. ഷഗ് പ്രൊവൈഡ്സ് ദ മെറ്റീരിയൽ സെലി നീഡ് ഫോർ സ്യൂവിങ് ആൻഡ് സപ്പോർട്ട് സെലി അണ്ടിൽ ഷീ ബിക്കംസ് സക്സസ്ഫുൾ. സെലിക്ക് ഈ പാൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഷഗ്ഗാണ്. അപ്പോൾ ആദ്യം അവൾ ഇത് സ്യൂ ചെയ്യുന്ന സമയത്ത്, തുന്നുന്ന സമയത്ത് ശരിയാവുന്നൊന്നുമില്ല. പക്ഷെ ആ സമയത്തെല്ലാം വീണ്ടും മെറ്റീരിയൽസ് കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ട് ഷഗ് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ത്രൂ ഷഗ്സ് ലവ് ആൻഡ് ഗൈഡൻസ് സെലി ഗെയിൻസ് കോൺഫിഡൻസ്, ഇൻഡിപെൻഡൻസ് ആൻഡ് എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഇത്തരത്തിൽ ഷഗിൻ്റെ ഈ ഒരു സ്നേഹത്തിലൂടെയും ഗൈഡൻസിലൂടെയുമാണ് സെലി സെൽഫ് കോൺഫിഡൻസും ഇൻഡിപെൻഡൻസും എല്ലാം നേടിയെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഷഗ് ഹെൽപ്സ് ഹർ ബോത്ത് ഇമോഷണലി ആൻഡ് പ്രാക്ടിക്കലി ടു ഫൈൻഡ് ഹെർ ഐഡൻറ്റിറ്റി ആൻഡ് ബിൽഡ് എ ന്യൂ ലൈഫ്. അപ്പോൾ സെലിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇമോഷണൽ ഹെൽപ്പ് ഷഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അവൾക്കൊരു പ്രാക്ടിക്കൽ ഹെൽപ്പ് കൂടി കൊടുത്തുകൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ പാൻസ് മേക്കിംഗ് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സഹായമെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടുകൂടി അവൾക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ലൈഫ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഷഗ് ചെയ്തു കൊടുക്കുന്നുണ്ട്. How does the theme of oppression manifest in the lives of the women in The Color Purple, and how do they find empowerment? ഇനി ഒപ്രഷൻ അഥവാ അടിച്ചമർത്തൽ എന്നൊരു തീം ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, എങ്ങനെയാണ് അവരതിനെ അതിജീവിക്കുന്നത്? The novel highlights the struggles of black women who endure racism, sexism and domestic abuse. അപ്പോൾ അമേരിക്കയിലെ ആ കാലഘട്ടത്തിലുള്ള ബ്ലാക്ക് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ചും ബ്ലാക്ക് വുമൺ നേരിടേണ്ടി വരുന്ന റേസിസം, വർണ്ണവിവേചനം, അതുപോലെ ലിംഗവിവേചനം, ഡൊമസ്റ്റിക് അബ്യൂസ് തുടങ്ങിയിട്ടുള്ള തീമുകൾ ഈ നോവലിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സെലി സഫേഴ്സ് പാട്രിയാർക്കൽ ഒപ്രഷൻ വിത്ത് ഇയേഴ്സ് ഓഫ് മിസ്ട്രീറ്റ്മെന്റ് ഫ്രം ഹെർ സ്റ്റെപ്പ് ഫാദർ ആൻഡ് ലേറ്റർ ഫ്രം ഹെർ ഹസ്ബൻഡ് മിസ്റ്റർ. സെലിയുടെ ക്യാരക്ടർ നമ്മൾ കാണുന്നുണ്ട് പാട്രിയാർക്കൽ ഒപ്രഷൻ, പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു അടിച്ചമർത്തലാണ് അവൾ നേരിടുന്നത്. ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവളുടെ സ്റ്റെപ്പ് ഫാദർ അല്ലെങ്കിൽ രണ്ടാം അച്ഛനിൽ നിന്നും പിന്നീട് അവളുടെ ഹസ്ബൻഡിൽ നിന്നും അവൾ ഇത്തരം ഒരു അടിച്ചമർത്തൽ നേരിടുന്നതായിട്ട് നമ്മൾ കാണുന്നു. സോഫിയ സഫേഴ്സ് റേസിസം ആൻഡ് സിസ്റ്റമിക് ഒപ്രഷൻ. ഇനി സോഫിയയുടെ ക്യാരക്ടർ ആണെങ്കിൽ വർണ്ണവിവേചനത്തിൻ്റെയും അതുപോലെ തന്നെ സിസ്റ്റമിക് ഒപ്രഷൻ, അവിടെ ഭരണകൂടത്തിൻ്റെ അനീതിയുടെയും അടിച്ചമർത്തൽ നേരിടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഷീ ഫേസസ് സിവിയർ കോൺസിക്വൻസസ് ഫോർ റെസിസ്റ്റിംഗ് ഡോമിനൻസ് ആൻഡ് റേഷ്യൽ ഇൻജസ്റ്റിസ്. വർണ്ണവിവേചനത്തെ എതിർത്തതിൻ്റെ പേരിൽ വലിയ കോൺസിക്വൻസ്, 11 വർഷം ഒരു ജയിൽ ശിക്ഷയും തടവ് ശിക്ഷയും എല്ലാമാണ് സോഫിയയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഡിസ്പൈറ്റ് ദർ ഹാർഡ്ഷിപ്സ്, the women in the novel find strength through solidarity and self-discovery. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ ഈ നോവലിൽ കാണുന്നുണ്ട്. അതിനുള്ള സ്ട്രെങ്ത് അവർ നേടുന്നത് സോളിഡാരിറ്റിയിലൂടെയാണ്. പ്രത്യേകിച്ചും ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു സപ്പോർട്ടിലൂടെയും സോളിഡാരിറ്റിയിലൂടെയും അവരുടെ തന്നെ ഒരു സെൽഫ് ഡിസ്കവറിയിലൂടെയും ഇതിനെ അതിജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. The female characters help each other in their struggle against oppression. ഈ അടിച്ചമർത്തലിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഈ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം തന്നെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ ഈ നോവലിനകത്ത് കാണുന്നു. Celi's journey to financial and emotional independence is influenced by the support and solidarity of Shug and Nettie. സെലി ഈ അടിച്ചമർത്തലിനെ അതിജീവിച്ചുകൊണ്ട് ഇൻഡിപെൻഡൻസിലേക്ക് വരുന്നത് അവളുടെ സഹോദരി നെറ്റിയും അതുപോലെ സുഹൃത്ത് ഷഗിൻ്റെയും സപ്പോർട്ടിലൂടെയാണെന്ന് നമ്മൾ കാണുന്നു. Sophia regains her sense of dignity as she begins working at Celi's pants making enterprise. ഇനി സോഫിയ ആണെങ്കിൽ പിന്നീട് സെലി സ്ഥാപിച്ചിട്ടുള്ള പാൻസ് മേക്കിംഗ് ബിസിനസ്സിൽ വർക്ക് ചെയ്യാൻ ആരംഭിച്ചുകൊണ്ടാണ് അവളുടെ ഒരു ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുന്നതായിട്ട് ഈ നോവലിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ കടന്നു പോകുന്ന ഈ പാട്രിയാർക്കൽ അതുപോലെ തന്നെ റേഷ്യൽ ഒപ്രഷനെ എല്ലാം തന്നെ ഇവരുടെ തന്നെ ഒരു സോളിഡാരിറ്റിയിലൂടെയും സപ്പോർട്ടിലൂടെയും അതിജീവിക്കുന്നതായിട്ടാണ് ഈ നോവലിൽ നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ നോവൽ. ഹൗ ഡു ദേ സെർവ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പേഴ്സണൽ ലിബറേഷൻ ഫോർ സെലി? ഈ നോവലിൽ കത്തുകളുടെ പ്രാധാന്യം എന്താണ്? ഇതിലെ പ്രധാന കഥാപാത്രം സെലിയുടെ കമ്മ്യൂണിക്കേഷൻ്റെയും അതുപോലെ പേഴ്സണൽ ലിബറേഷൻ്റെയും ടൂളായിട്ട് എങ്ങനെയാണ് ലെറ്റേഴ്സ് പ്രവർത്തിക്കുന്നത്? ദ കളർ പർപ്പിൾ ബൈ ആലിസ് വാക്കർ ഈസ് എൻ എപ്പിസ്റ്റോളറി നോവൽ റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കത്തുകളുടെ രൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരു എപ്പിസ്റ്റോളറി നോവലാണ് കളർ പർപ്പിൾ. However, the letters in the novel serve a purpose beyond mere narrative technique. എന്നാൽ കത്തുകളുടെ രൂപത്തിൽ എന്നുള്ള ഒരു നരേറ്റീവ് ടെക്നിക്കായിട്ട് മാത്രമല്ല ഈ നോവലിനകത്ത് ലെറ്റേഴ്സ് പ്രവർത്തിക്കുന്നത്. They act as a means of communication and personal liberation for the protagonist സെലി. ഇതിലെ പ്രധാന കഥാപാത്രം സെലിയുടെ ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു മാർഗം എന്ന രീതിയിലും അവൾ പേഴ്സണൽ ലിബറേഷൻ നേടിയെടുക്കുന്ന ഒരു ടൂൾ എന്ന രീതിയിൽ കൂടി ലെറ്റേഴ്സ് ഈ നോവലിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. For Celi, letters are the only form of expression in a life constrained by abuse and silence.
ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സെലിക്ക് ഈ കത്തുകൾ മാത്രമാണ് അവളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനും ഒരു ആശ്വാസവുമായിട്ടുള്ളതായിട്ട് ഈ നോവലിനകത്ത് നമ്മൾ കാണുന്നത്. ഇനീഷ്യലി ഷീ റൈറ്റ്സ് ടു ഗോഡ്, പ്രൊവൈഡിങ് എ സ്പേസ് ടു ആർട്ടിക്കുലേറ്റ് ഹെർ സഫറിംഗ് ആൻഡ് പെയിൻ. തുടക്കത്തിൽ അവളുടെ കത്തുകൾ ദൈവത്തിനാണ് എഴുതുന്നത്, ഒരു ഡയറി എന്നതുപോലെ അവളുടെ ജീവിതത്തിൽ ഉള്ള ഈ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ ഈ ദൈവത്തിന് എഴുതുന്ന കത്തുകളിലൂടെയാണ് ആദ്യം അവൾ പ്രകടിപ്പിക്കുന്നത്. These letters act as a personal diary, enabling Sally to preserve her sense of self amidst overwhelming oppression. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന് എഴുതുന്ന ഈ കത്തുകൾ എന്ന് പറയുന്നത് ഡയറി പോലെയാണ്. അപ്പോൾ ഈ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും എല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് അവളുടെ വിഷമങ്ങളെല്ലാം ഒന്ന് പങ്കുവയ്ക്കാൻ അവൾക്കുള്ള ഒരു ഉപാധി എന്ന രീതിയിൽ ഈ ലെറ്ററിനെ നമ്മൾ കാണുന്നു. The letters from Nettie, which she discovers after Mr. conceals them, ഓപ്പൺ സെലീസ് വേൾഡ് ടു ന്യൂ പെർസ്പെക്റ്റീവ്സ്. ഇനി അവളുടെ സഹോദരി നെറ്റിയുടെ കത്തുകൾ ആദ്യം അവളുടെ ഹസ്ബൻഡ് അത് ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അവളത് കണ്ടെത്തിയതിന് ശേഷം അവളുടെ ലോകവീക്ഷണത്തെ എല്ലാം മെച്ചപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. Nettie's writings reveal her life as a missionary in Africa, providing insights into racial oppression and offering a window into a world that Sally had never imagined. അപ്പോൾ സെലിയുടെ സഹോദരി നെറ്റി ആഫ്രിക്കയിൽ മിഷണറി പ്രവർത്തനവുമായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ സെലി അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സെലിയുടെ മാത്രം പ്രശ്നമല്ല, അവിടെ നിലനിൽക്കുന്ന ഒരു റേഷ്യൽ ഒപ്രഷൻ അല്ലെങ്കിൽ വർണ്ണവിവേചനം എന്നുള്ള പ്രശ്നത്തെക്കുറിച്ചും അത്തരത്തിൽ അവിടെ അവർ ശക്തിപ്പെടേണ്ടതിൻ്റെയും പോരാടേണ്ടതിൻ്റെയും എല്ലാം പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം സെലിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നെറ്റിയുടെ ഈ കത്തുകൾ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. These letters reignite Sally's hope, serving as a powerful reminder that her sister is alive and that their bond remains unbroken. അപ്പോൾ നെറ്റിയുടെ കത്തുകൾ കണ്ടെത്തുന്നത് സെലിയുടെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷ കൊണ്ടുവരുന്നുണ്ട്. കാരണം താൻ മരിച്ചുപോയി എന്ന് കരുതിയിട്ടുള്ള തൻ്റെ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അവളുടെ ജീവിതത്തിൽ പുതിയൊരു അർത്ഥം കൊണ്ടുവരാനെല്ലാം തന്നെ ഈ കത്തുകൾക്ക് കഴിയുന്നുണ്ട്. The discovery of these letters becomes the catalyst for Sally's decision to free herself from Mr.'s control and pursue a life of independence. അങ്ങനെ സെലിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുകയും തൻ്റെ അബ്യൂസീവ് ആയിട്ടുള്ള ഹസ്ബൻഡിനോട് പ്രതികരിക്കുകയും അയാളെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ഇൻഡിപെൻഡൻസ് നേടാനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് എല്ലാം നേടുന്നതിൽ ഈ കത്തുകൾ നിർണായകമാവുന്നതായിട്ട് നമ്മൾ കാണുന്നു. Initially, Sally's writing is an act of survival, capturing her pain and disillusionment. ഇനി തുടക്കത്തിൽ സെലിയുടെ ഈ കത്തുകൾ ഒരു സർവൈവൽ ആക്ടാണ്. അവളുടെ വേദനയും അതുപോലെ നിരാശയും എല്ലാമാണ് അവൾ അതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. However, as the novel progresses, it transforms into a tool of empowerment. എന്നാൽ ഈ നോവൽ പുരോഗമിക്കുന്നതിനനുസരിച്ചുകൊണ്ട് ഈ ലെറ്റേഴ്സ് അവളുടെ ഒരു എംപവർമെൻറ്റിൻ്റെ ടൂളായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നു. The shift from writing to God to writing to Nettie reflects Sally's transformation. അവൾ ആദ്യം ദൈവത്തിനുള്ള കത്തുകൾ എന്ന രീതിയിൽ ഡയറി എഴുതുന്നതിൽ നിന്ന് അവളുടെ സഹോദരി നെറ്റിക്ക് കത്തുകൾ എഴുതുന്നത് ഒരു എംപവർമെൻറ്റിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഷീ മൂവ്സ് ഫ്രം എക്സ്പ്രസിംഗ് ഹെൽപ്ലെസ്നെസ് ടു ആർട്ടിക്കുലേറ്റിംഗ് ഹെർ ഹോപ്സ് ആൻഡ് ഡിസയേഴ്സ്, റീക്ലെയിമിംഗ് ഹെർ വോയിസ് ആൻഡ് സെൻസ് ഓഫ് ഏജൻസി. അവൾ ഡയറി പോലെ ആദ്യം എഴുതിയിരുന്ന കത്തുകളിൽ അവളുടെ നിരാശയും വിഷമങ്ങളുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവളുടെ സഹോദരിക്കുള്ള കത്തുകളിൽ പതിയെ പതിയെ അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ത്രൂ ദീസ് ലെറ്റേഴ്സ് Sally gains the courage to defy the oppressive forces in her life, ultimately leading to her liberation. അപ്പോൾ ഈ കത്തുകളിലൂടെ സെലി അവളുടെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസും എല്ലാം നേടിയെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. Writing becomes more than just a communication. It becomes a powerful means of reclaiming her identity and autonomy. അപ്പോൾ തുടക്കത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ നിലനിന്നിരുന്ന ഈ ലെറ്റേഴ്സ് പിന്നീട് അവളുടെ ലിബറേഷനുള്ള ഒരു പവർഫുൾ ടൂളായിട്ട് മാറുന്നതായിട്ട് നമ്മൾ ഈ നോവലിനകത്ത് കാണുന്നു. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സാമിൻ ദ റോൾ ഓഫ് സിസ്റ്റർഹുഡ് ഇൻ ദ കളർ പർപ്പിൾ. How do the relationships between women, such as Sally and Nettie, Sally and Shug, challenge societal norms and help the characters find strength and autonomy? ഈ നോവലിനകത്ത് സിസ്റ്റർഹുഡ് അഥവാ സ്ത്രീകൾ തമ്മിലുള്ള ഐക്യം എന്ന തീമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് സാമൂഹ്യ വ്യവസ്ഥയെ എതിർക്കാനും ഇൻഡിപെൻഡൻസ് നേടാനും അവരെ സഹായിക്കുന്നത്. In the Color Purple, sisterhood is a powerful source of strength and support for women in a world dominated by patriarchal oppression.
അപ്പോൾ ഈ നോവലിനകത്ത് നമ്മൾ കാണുന്നത് പാട്രിയാർക്കൽ ഒപ്രഷൻ അഥവാ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങൾ സിസ്റ്റർഹുഡിലൂടെ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഐക്യത്തിലൂടെ സ്ട്രെങ്ത്തും സപ്പോർട്ടും നേടിയെടുക്കുന്നതായിട്ടാണ്. The relationship between women such as Sally and Nettie and Sally and Shug Avery form the foundation for their empowerment. പ്രത്യേകിച്ചും സെലിയും അവളുടെ സഹോദരി നെറ്റിയും സെലിയും സുഹൃത്ത് ഷഗ് ആവറിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവരുടെ എംപവർമെൻറ്റിൽ ഒരു നിർണായക ഘടകമാവുന്നത് നമ്മൾ കാണുന്നു. These relationships challenge societal norms that seek to diminish women and offer them the strength to reclaim their agency and identities. അപ്പോൾ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു സമൂഹത്തിനകത്ത് നിന്നുകൊണ്ട് അവർക്കൊരു സ്ട്രെങ്ത് നേടുകയും ഇൻഡിപെൻഡൻസ് നേടുകയും ചെയ്യുന്നതിന് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും പരസ്പരമുള്ള സപ്പോർട്ടും സഹായകമാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. The bond between Sally and Nettie is central to Sally's emotional survival throughout the novel. ഇനി വളരെ പ്രയാസകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് സെലിക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് ആവുന്നത് അവളുടെ സഹോദരി നെറ്റിയാണെന്ന് നമ്മൾ കാണുന്നു. ഡിസ്പൈറ്റ് ബീയിങ് ഫിസിക്കലി സെപ്പറേറ്റഡ് ദർ കണക്ഷൻ റിമെയിൻ സ്ട്രോങ് ത്രൂ നെറ്റീസ് ലെറ്റേഴ്സ്. ഇനി അവർ സെപ്പറേറ്റഡ് ആണെങ്കിലും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഉള്ളതെങ്കിലും കത്തുകളിലൂടെയാണ് അവരുടെ കണക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. വിച്ച് സസ്റ്റെയിൻ സെലി ഇമോഷണലി. ഇനി സെലിക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് ലഭിക്കുന്നത് ഈ കത്തുകളിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. Nettie's words offer Sally much needed knowledge, introducing her to ideas about resistance, African heritage and education. അപ്പോൾ നെറ്റി ഒരു മിഷണറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് സെലിയുടെ പ്രശ്നങ്ങൾ സെലിയുടെ മാത്രം പ്രശ്നങ്ങളല്ല എന്നുള്ളതും അത് വർണ്ണവിവേചനത്തിൻ്റെ പ്രശ്നങ്ങളാണ് എന്നുള്ളതും ആഫ്രിക്കൻ ഹെറിറ്റേജിനെ കുറിച്ച് ആഫ്രിക്കൻ പാരമ്പര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രതിരോധത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രാധാന്യത്തെയും കുറിച്ചെല്ലാം സെലി മനസ്സിലാക്കുന്നത് ഈ കത്തുകളിലൂടെയും അവളുടെ സഹോദരിയുമായിട്ടുള്ള റിലേഷനിലൂടെയുമാണ്. Shug Avery plays a pivotal role in Sally's growth, helping her recognize her intrinsic worth and right to love and respect. ഇനി ഷഗ് ആവറി എന്ന സുഹൃത്തുമായുള്ള റിലേഷനിലൂടെയാണ് സെലി ഒരു സെൽഫ് കോൺഫിഡൻസും സെൽഫ് വർത്തും എല്ലാം നേടിയെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. Through Shug's affection and encouragement, Sally learns to see herself as a valuable individual. അപ്പോൾ അതുവരെ ജീവിതത്തിൽ വിഷമങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ള സെലി താൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്നൊരു തോന്നലിലൂടെയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ അത് മാറ്റിക്കൊണ്ട് അവളുടെ ലൈഫിനും ഒരു വാല്യൂ ഉണ്ട്, അവളും സ്നേഹിക്കപ്പെടാൻ അർഹയാണ് എന്നുള്ള കാര്യമെല്ലാം ഷഗ് ആണ് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഷഗ് ഓൾസോ ഹെൽപ്സ് സെലി ബ്രേക്ക് ഫ്രീ ഫ്രം മിസ്റ്റർ ആൻഡ് മൂവ് ടു മെംഫിസ്. ഇതുകൂടാതെ അവളുടെ അബ്യൂസീവ് ഹസ്ബൻഡ് മിസ്റ്ററിനെ ഉപേക്ഷിച്ചുകൊണ്ട് മെംഫിസിൽ പോയി പുതിയൊരു ജീവിതം ആരംഭിക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ടും ഷഗ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഷീ മോട്ടിവേറ്റ്സ് സെലി ടു ഡെവലപ്പ് ഹർ എൻ്റർപ്രന്യൂവൽ സ്കിൽസ്, അൾട്ടിമേറ്റ്ലി ഹെൽപ്പിംഗ് ഹർ ഗെയിൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഇതുകൂടാതെ സെലിയുടെ ക്രിയേറ്റിവിറ്റി എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവളുടെ ഒരു പാൻസ് മേക്കിംഗ് ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള സപ്പോർട്ടെല്ലാം ഷഗ് കൊടുക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ത്രൂ ഔട്ട് ദ കളർ പർപ്പിൾ, female relationships provide a strong foundation for resistance against the oppressive forces in their lives. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ ഈ നോവലിലുടനീളം സ്ത്രീ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഈ ഒരു സപ്പോർട്ട് ഈ ഒപ്രഷനെ അതിജീവിക്കുന്നതിൽ നിർണായകമാവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. Sophia challenges both male dominance and white supremacy and is imprisoned for it. ഇനി സോഫിയയുടെ ക്യാരക്ടർ ആണെങ്കിൽ പുരുഷ മേധാവിത്വത്തെയും അതുപോലെ തന്നെ വർണ്ണ വിവേചനത്തെയും ഒരുപോലെ എതിർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അവൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതും നമ്മൾ കാണുന്നു. ലേറ്റർ ഷീ റീഗെയിൻസ് ഹർ ഇൻഡിപെൻഡൻസ് ആസ് ഷീ വർക്ക്സ് അറ്റ് സെലീസ് പാൻസ് മേക്കിംഗ് ബിസിനസ്. ഇനി സെലിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് പിന്നീട് അവൾ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സെലി ആരംഭിച്ചിട്ടുള്ള പാൻസ് മേക്കിംഗ് ബിസിനസ്സിൽ സോഫിയ വർക്ക് ചെയ്യുകയും അവളുടെ ഒരു ഇൻഡിപെൻഡൻസും ഐഡൻറ്റിറ്റിയും നേടിയെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. The novel portrays sisterhood as a transformative force that subverts patriarchal structures. The women support one another, find strength in each other, and challenge the systems that have historically oppressed them. അപ്പോൾ ചരിത്രപരമായിട്ട് ഇവരെ അടിച്ചമർത്തുന്ന അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ വർണ്ണവിവേചനമാണെങ്കിലും അതുപോലെ പുരുഷ മേധാവിത്വമാണെങ്കിലും അതിനെയെല്ലാം എതിർക്കുകയും അതിജീവിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത്തരത്തിൽ ഈ അടിച്ചമർത്തലിനെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ നോവലിനകത്ത് സിസ്റ്റർഹുഡിനെ അവതരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. Through these powerful female alliances, Sally, Nettie, Shug and Sophia redefine their futures.
അപ്പോൾ ഷെലി, നെറ്റി, ഷഗ്, സോഫിയ എന്നീ സ്ത്രീ കഥാപാത്രങ്ങൾ അവർ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്സിലൂടെയും അതുപോലെ സപ്പോർട്ടിലൂടെയും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. Sisterhood is not just about emotional support, it is also a revolutionary force against the structures of power that have sought to hold them down. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ടിന് ഈ സിസ്റ്റർഹുഡ് സഹായകമാവുന്നുണ്ട്. എന്നാൽ അതിന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ അവർക്ക് കരുത്ത് പകരുന്ന ഒരു കാര്യമായിട്ട് കൂടി ഇവർ തമ്മിലുള്ള പരസ്പരമുള്ള സപ്പോർട്ട് അഥവാ ഈ സിസ്റ്റർഹുഡ് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ ഈ നോവലിൽ കാണുന്നു. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.